നമസ്കാരം സുഹൃത്തുക്കളെ, ആൻ്റണിയാണ്. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ നമ്മൾ വളരെയധികം വാദിയുടെ വീഡിയോ ചെയ്തു. എന്നാൽ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വാദിയുടെ വീഡിയോയിലേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, സൾഫർ കൊണ്ട് നിറഞ്ഞ ഒരു വാദി. അപ്പോൾ ആ വാദി ഉള്ളത് ഫലജിലാണ്, നമ്മുടെ സോഹാർ ഫലജിൽ. അപ്പോൾ ആ വാദിയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് ഏലിൻ ഷഹബാൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനത്തെ സൈൻ ബോർഡുകളാണ് നമ്മളെ ഈ റൂട്ടിലേക്ക് വളരെയധികം സഹായിക്കുന്നത്. വേറെ ഒന്നും കണ്ടല്ല, ഒമാനിലെ എല്ലാ പ്രദേശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് റേഞ്ചിൻ്റെ വളരെയധികം പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളേരിയകളിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴും റേഞ്ചിൻ്റെ പ്രശ്നമായിരുന്നു. ഗൂഗിൾ നമ്മൾക്ക് കിട്ടാതെ ആയിരുന്നു. അപ്പോൾ നമ്മളെ സഹായിച്ചത് ഈ സൈൻ ബോർഡാണ്. ഒമാനിൽ പലയിടങ്ങളിൽ സൾഫർവാദികളുള്ളതായിട്ട് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞു. സലാല, നിസ്വ, അതുകൂടാണ്ട് ലിവ, സോഹാർ എന്നിവിടങ്ങളിലൊക്കെയാണ് സൾഫർവാദി ഉള്ളതായിട്ട്. ഒമാനിൽ ഇത്രയും സൾഫർവാദികളെ കുറിച്ചാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇതുമല്ലാതെ വേറെ സൾഫർവാദികൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൾഫർ വെള്ളത്തിന് വളരെയധികം പ്രത്യേകത ഉള്ളതായിട്ടാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. മെയിനായിട്ടും ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ എല്ലാം മാറുന്നതായിട്ടാണ് അറിയുന്നത്. സൾഫറിന് ഇങ്ങനെ ത്വക്ക് രോഗങ്ങളൊക്കെ മാറ്റാൻ കഴിവുള്ളത് കൊണ്ടാവണം ഇപ്പോൾ നമ്മൾക്ക് മിക്ക മാർക്കറ്റുകളിലും ഇതിൻ്റെ സോപ്പുകൾ തന്നെ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളിയും ഒപ്പം തന്നെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പാർക്കിംഗ് വളരെ കുറവാണ്. ചെറിയൊരു ഏരിയ തന്നെ ഉള്ളൂ പാർക്കിങ്ങിന്.
അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു സൈൻ ബോർഡ് കാണാൻ കഴിയുന്നുണ്ട്. ഈ വെള്ളത്തിൽ നീന്താൻ പാടില്ല എന്നും പിന്നെ വേസ്റ്റുകളൊന്നും തന്നെ ഇവിടെ ഉപേക്ഷിക്കരുത് എന്നും തന്നെ നമുക്കിവിടെ കാണാം. വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാനായിട്ട് അവിടെ വേസ്റ്റ് ബോക്സ് പ്രത്യേകം വെച്ചിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഈ വാദിയിലേക്ക് ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റെപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു വഴി നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. അതിലാണ് നമ്മൾ ഇറങ്ങി താഴത്തേക്ക് വരേണ്ടത്. ഒമാനിലെ എല്ലാ വാദികളും നമ്മൾ കണ്ടിട്ടുള്ള ഈ പലജ് സിസ്റ്റം നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഈ സൾഫർ വാദിയിലെ വെള്ളം വരെ അവരിങ്ങനെ ഒഴുക്കിക്കൊണ്ടുപോയി കൃഷി കൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് ഈ പലജ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. സൾഫർ വാദിയിലെ വെള്ളം പിന്നെ മുന്നോട്ട് പോകുന്തോറും സാധാ വെള്ളമായി മാറുന്നത് നമുക്ക് മുന്നേ കാണാൻ കഴിഞ്ഞിരുന്നു. ഒമാനിലെ ടൂറിസ്റ്റ് ഗൈഡുകൾ ഇപ്പോൾ എയിൻ ഷെഹ്ബാനിലേക്ക് പാക്കേജുകൾ വെച്ച് വളരെയധികം ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ തന്നെ സൗദി പൗരനും അവരുടെ ഫാമിലിയും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഒമാൻ്റെ തന്നെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ജബൽ അക്തർ. അവിടെ ഇപ്പോൾ നമ്മൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഫീ ഇപ്പോൾ കൊടുക്കേണ്ടതായിട്ടാണുള്ളത്. അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്ക് എയിൻ ഷെഹ്ബാൻ കാണാൻ വരാനും ചിലപ്പോൾ നമ്മൾക്ക് ഫീ കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് ഇപ്പോൾ ദൂരെ സൾഫർ വാദി കാണാൻ കഴിയുന്നുണ്ട്. സൾഫർ വാദീനെ ഇതുപോലെ ഇങ്ങനെ ബണ്ട് രീതിയിൽ കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് ഒഴുകും തോറും മുന്നേ പറഞ്ഞതുപോലെ വെള്ളമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഈ വെള്ളത്തെ ബണ്ട് രീതിയിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ താഴ്ചയുള്ളതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഇവിടുത്തെ വെള്ളത്തിന് വളരെയധികം തണുപ്പാണുള്ളത്. അതുകൂടാണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ പാറകൾ അല്ലെങ്കിൽ കല്ലുകളൊക്കെ വളരെയധികം തെന്നി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവിടെ സൾഫർ വളരെയധികം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ കളർ മാറി വെള്ള കളറായിട്ട് വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ആകാംക്ഷയുണ്ടായി. ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്നൊന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതും തപ്പി പിന്നെ മുന്നോട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ ഉത്ഭവം കണ്ടെത്തിയത്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒഴുകുമ്പോൾ തന്നെ സാധാ വെള്ളമായിട്ടാണ് ഇവിടെ ഈ വാതി വരുന്നത്. എന്നാൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ സൾഫർ ഇതിലേക്ക് ചേർന്നിട്ട് അതിൻ്റെ കളർ വ്യത്യാസത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പോർഷനിൽ നിന്നാണ് സൾഫർ സ്റ്റാർട്ട് ആവുന്നത്.
സാധാ വെള്ളം വന്ന് വാതിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് സൾഫറായിട്ട് മിക്സായിട്ട് സൾഫർ വാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാമാണ് സുഹൃത്തുക്കളെ നമ്മുടെ എയിൻ ഷഹബാൻ എന്ന് പറയുന്ന സൾഫർ വാതിയുടെ വിശേഷങ്ങൾ. നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.